വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തേജസ് വ്ലോഗർ. ഗൈസ്, ഞാനിന്നൊരു ഗെയിമിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നേക്കണത്. ആ ഗെയിമിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മിനി ഗോൾഫ് എന്നാണ് ഗെയിമിൻ്റെ പേര്. ഗൈസ്, ഇപ്പോൾ നടക്കുന്നത് 10ാമത്തെ മിനി ഗോൾഫിൻ്റെ നാഷണൽ മാച്ചാണ് ഗൈസ്. ഗൈസ്, ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ മിനി ഗോൾഫിൻ്റെ മാച്ച് നടക്കുന്ന ഗ്രൗണ്ട്. ഇതിലാണ് 18 ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം. ഇതാണ് അതിൻ്റെ മാപ്പ്. ഇത് സേലത്താണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ മത്സരിക്കാൻ വന്നത് കേരള, മഹാരാഷ്ട്ര, UP, MP, പിന്നെ അങ്ങനെ എക്സെട്ര ഉണ്ട്. ഞാൻ കേരളത്തിന് വേണ്ടിയാണ് വന്നത്. കേസ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തേക്കുന്നത് മാച്ച് നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ്. ഇത് ഹോൾസൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. ഈ ഹോൾസ് ഓരോ പേര് അറിയപ്പെടും. അതെന്ന് പറയണത് പേരുകൾ സിംഗിൾ ഗേറ്റ്, ഡബിൾ ഗേറ്റ്, ബോക്സസ്, ജർമ്മൻ ലെഡ്ജ്, മണി ബോക്സ്, മെയിൽ ബോക്സ്, ലൈറ്റ്നിങ്, ആംഗിള്, സ്പെഷ്യൽ ആംഗിൾ. ഇതിനെ കുറച്ച് പേരുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ 18 ഹോൾസ് ഉണ്ടായിരിക്കും. അതിൽ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞില്ല, ഞാൻ കുറച്ച് പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് സേലത്താണ് സംഭവം. ഇനി ഇത് ഓരോ ഹോൾ കഴിഞ്ഞ് അടുത്ത ഹോളിലോട്ട് ഇങ്ങനെ മാറി പോകും. അതാണ് മാച്ച്. ഗൈസ്, ഇതിൽ ഓരോ ഹോളിലും ഓരോ റഫറി കാണും. നമ്മളതിൽ അടിച്ചതിന് ശേഷം അവർ മാർക്കിട്ട് അടുത്ത ഹോളിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ നമുക്ക് ഒരാൾക്കുള്ളത് 6 ചാൻസാണ്. ഈ 6 ചാൻസിൽ നമ്മൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് 7 പോയിൻ്റായിട്ട് കൂട്ടി ഒരു -പോയിൻ്റ് കൂട്ടി തരും. 6 ചാൻസ് എന്ന് പറയുന്നത് ഒരു ഹോളിലാണ്. 6 ചാൻസിൽ ഒരെണ്ണമെങ്കിലും വീണില്ലെങ്കിൽ നമുക്ക് മൈനസായിട്ട് വരും. ഇതിൽ ഗ്രൂപ്പുണ്ട്, സിംഗിളുണ്ട്, ഡബിളുണ്ട്, മിക്സഡ് ഡബിളുണ്ട്. ഗൈസ്, നമ്മൾ അവിടെ സ്ഥലത്തെത്തിയത് തലേ ദിവസം രാത്രിയാണ്. പിന്നെ നമ്മളൊരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യാൻ തന്നു. പിന്നെ എല്ലാ ഹോളിലും തന്നില്ല, ഒരു ഹോളിൽ മാത്രമേ തന്നുള്ളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ കേരള ടീം. ഈ ഇരിക്കുന്നവരാണ് നമ്മുടെ കേരള ടീമിലുള്ള ആൾക്കാർ.